നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാണോ? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ കുടുംബം സുരക്ഷിതമാണോ എന്നുള്ളത്. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകൾ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വയം തൊഴിലുകൾ എന്തെങ്കിലും ചെയ്യുന്നു, വരുമാനം നേടുന്നു, കുടുംബം അത്യാവശ്യം തരക്കേടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബം സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു, അല്ലേ? നമുക്ക് ആ ഒരു വരുമാനം നിലനിർത്താൻ സാധിക്കാതെയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അധിക ബാധ്യത അല്ലെങ്കിൽ അധിക ചിലവുകൾ ആ സമയത്ത് കടന്നു വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കുടുംബ ബഡ്ജറ്റുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം താളം തെറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറുകയാണ്. അപ്പം അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെ എന്താ ഒരു പരിഹാരം? അപ്പോൾ നമ്മുടെ ഒരു കുടുംബം ആ ഒരു സെക്യൂറായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം, ഇൻകം, അത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം, നമ്മുടെ ടൈം കൊടുത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ നമ്മളൊരു സ്വയം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എഫേർട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതിഫലമാണ് നമുക്ക് ആക്റ്റീവ് ഇൻകം എന്ന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 10 പേര് അല്ലെങ്കിൽ 100 പേരൊക്കെ തൊഴിലിന് വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ അവരുടെ ഒരു മാനേജർ, അതിൻ്റെ താഴെയുള്ള അസിസ്റ്റൻറ്റ് മാനേജർമാർ, അതിൻ്റെ സ്റ്റാഫുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചെന്നില്ലെങ്കിൽ പോലും ആ ഒരു ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ബിസിനസ് നന്നായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം, ഇപ്പോൾ നമ്മൾ പോയില്ലെങ്കിലും കിട്ടുന്ന ആ ഒരു വരുമാനം, അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ചെന്നില്ലെങ്കിലും നമുക്ക് വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ മാറി നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഒരു 10 സൂപ്പർ മാർക്കറ്റുള്ള ഒരാളെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പോയി സന്ദർശിക്കുക, ഇങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ആ ഓണർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 10 ദിവസം അദ്ദേഹം വേറെ എങ്ങോട്ടും പോയാൽ പോലും ആ സൂപ്പർ മാർക്കറ്റ് കൃത്യമായിട്ട് റൺ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവിടെ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ അതിൻ്റെ പ്രോഫിറ്റ് ആ ഒരു ഉടമയുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ബിസിനസ്സിൻ്റെ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിലും കൃത്യമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു സിസ്റ്റമൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആളെ സംബന്ധിച്ച് അതൊക്കെ കൃത്യമായിട്ട് റൺ ചെയ്യും. അപ്പോൾ അതാണ് പാസീവ് ഇൻകം. ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് എപ്പോഴും സെക്യൂർ ഒന്നുമല്ല. പലപ്പോഴും ലാഭം ഉള്ള സമയങ്ങളുണ്ട്, നഷ്ടങ്ങൾ വരുന്ന സമയങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വരാറുണ്ടല്ലേ. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത അയാളുടെ പിൻതലമുറക്കാരായിട്ട് വരുന്ന ആൾ കൃത്യമായിട്ടല്ല അത് നോക്കുന്നതെങ്കിൽ അത് പരാജയത്തിലേക്കൊക്കെ ബിസിനസ് പോകുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് സംഭവിക്കാം. അപ്പം നമുക്ക് സെക്യൂറായിട്ടുള്ള നമ്മുടെ ഫാമിലിയെ സെക്യൂറാക്കുന്ന പറ്റിയ ഒരു മേഖലയെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം കിട്ടും. നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്റ്റീവ് ഇൻകം കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ പാസീവ് ഇൻകവും കിട്ടുന്ന ഒരു അവസരം കൂടി വരും. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ വലിയൊരു തുകയിലേക്കൊന്നും വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ കൃത്യമായിട്ട് പ്രൊഡക്റ്റൊക്കെ വിറ്റ് പോകുന്ന ആളെ സംബന്ധിച്ച് നല്ലൊരു വരുമാനം നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്നതിലൂടെ നമുക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാനും ആ ഒരു ടീം വളർന്ന് വലുതായി വരുന്തോറും നമുക്ക് അതിൻ്റേതായ ഒരു രീതിയിൽ പാസീവ് ഇൻകം ലഭിക്കാനുമൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള കമ്പനികളിലൊന്നാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റുകളാണ് അതുവഴി ആ ഒരു കമ്പനി മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹോം കെയർ, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചറിനുള്ള പ്രൊഡക്റ്റുകൾ, ഇങ്ങനെയുള്ള വിവിധ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഏറിയ പങ്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ
കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമുക്കൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്നൊരു മേഖലയാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലൊന്നായിട്ടുള്ള MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അവസരമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിലൂടെ ഇപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് കുടുംബം സെക്യൂർ ആക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു നോമിനി ഫെസിലിറ്റി നമുക്ക് കമ്പനി തരുന്നുണ്ട്. ആ ഒരു നോമിനി ഫെസിലിറ്റി ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നല്ല ടീമൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിക്കുക, നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നെങ്കിൽ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ആ ടീം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു ഇൻകം നമുക്ക് അതിൻ്റെ ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ഓരോ ആഴ്ചയും കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇനി നമ്മളില്ലാത്തൊരവസ്ഥ വന്നാൽ ആ ഒരു നോമിനി ഫെസിലിറ്റിയിലൂടെ നമ്മളുടെ ആ ഒരു നോമിനിക്ക്, നമ്മുടെ ഒരു കുടുംബത്തിലെ ആ ഒരു നോമിനിക്ക് ഈ ഒരു ഇൻകം അതേ റാങ്കും വരുമാനവും ഒക്കെ കമ്പനി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നോമിനി ഫെസിലിറ്റിയിലൂടെ കമ്പനി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ 3 തലമുറയിലേക്ക് ഈ ഒരു അവസരം കൈമാറാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മുടെ കമ്പനി ആ ഒരു നോമിനി ഫെസിലിറ്റി നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ആ കുടുംബത്തെ സെക്യൂർ ആക്കാൻ പറ്റുന്നുള്ളതാണ്. പെട്ടെന്ന് ആകസ്മികമായിട്ട് വരുന്ന ഒരു സംഭവങ്ങളെ നമുക്ക് മാറ്റി വയ്ക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു ആഘാതം നമ്മളിലേക്ക് വരാതെ അതിനെ തടുത്തു നിർത്തിക്കൊണ്ട് ആ ഒരു വരുമാനം നമ്മളെ സെക്യൂർ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുത്താൽ പോലും, ഇപ്പോൾ ഞാൻ ഒരു LIC ഏജൻ്റ് ആയിരുന്നു നേരത്തെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മളൊന്ന് നോക്കുക, അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയൊക്കെ നമ്മൾ ചേർന്ന് ഒരു 10-20 വർഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോളിസി അടച്ച് ആ ഒരു 20 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടുമ്പോൾ നമുക്ക് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ ഒരു തുക നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ഒരു 20 വർഷം കഴിയുമ്പോൾ ഈ ഒരു 10 ലക്ഷത്തിനൊന്നും വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അത് കൊടുത്താൽ നിസ്സാര സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ അന്നത്തെ ഒരു രീതി വെച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊന്നും നമുക്ക് ഒരു പരിധി കൂടുതൽ സെക്യൂർ ആക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിലൂടെ, കാരണം ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖല പോലുള്ള അവസരത്തിലൂടെ നമുക്ക് നമ്മുടെ വരുമാനം ഓരോ സമയത്തും ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഉയർന്നു വരും. അപ്പോൾ അതൊരു വലിയ ഒരു വരുമാനത്തിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ സാധാരണക്കാരായ ഒരു ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു മന്ത്ലി ഇൻകത്തിനേക്കാളൊക്കെ കൂടുതൽ തുക ഒരു വീക്കിലി കിട്ടാവുന്ന ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലൂടെ ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വലിയ തുകകളൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10, 20, 30 ലക്ഷമൊക്കെ മന്ത്ലി വരുമാനം വാങ്ങുന്ന ആളുകളൊക്കെ ഇഷ്ടംമാതിരി ഈ ഒരു ബിസിനസ് അവസരത്തിൽ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന മേഖലയാണ്. ഒരുപാട് ഫോറിനിൽ നിന്നൊക്കെ പോയി ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്ന് ഇവിടെ ചെയ്ത് വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങാനായിട്ട് വലിയ മുതൽ മുടക്കില്ല. ഇപ്പോൾ നമ്മളൊരു ഫ്രാഞ്ചൈസിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ഫ്രാഞ്ചൈസി എടുത്താൽ പോലും ആ ഒരു ബിസിനസ്സിന് അതിൻ്റേതായ റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സമയത്തും ഒരേപോലെ ലാഭം കിട്ടണമെന്നില്ല. അതുപോലെ നമ്മൾ തുടങ്ങുന്ന ആ സ്ഥലത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വിജയവും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുക. അതുപോലെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന ആ ഫ്രാഞ്ചൈസിയുടെ പ്രൊഡക്റ്റ് എല്ലാ കാലവും ഡിമാൻഡുള്ള സാധനങ്ങളായിരിക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നുമില്ല. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ടില്ല എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത. വിത്തൗട്ട് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതൊന്നും ഇല്ലാതെ തുടങ്ങാൻ കഴിയുന്ന ഒരു മേഖലയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ റിസ്ക് കുറവാണ്. നമുക്ക് ഇതിനകത്ത് നഷ്ടപ്പെടാനൊന്നുമില്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും തുടങ്ങാവുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടൈം, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പാർട്ട് ടൈമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മളൊരു സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരു ബിസിനസ് അവസരത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പഠിക്കാൻ തയ്യാറാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കും. ഒരുപാട് കാണാപ്പാടം പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഒരു ന്യൂ ജനറേഷൻ ബിസിനസ്സാണ്. അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി ഇതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള
ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ അത് തന്നെയല്ല, നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മളൊരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ഒരു കഴിവ് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്, ഒരു കൂട്ടം വ്യക്തികളുടെ കഴിവുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും. ആ ഒരു കൂട്ടമാണ് അവരുടെ ആ ഒരു കഴിവ് ഒന്നിച്ചാണ് ഇതിനകത്ത് സക്സസ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ ആളുകളുമായിട്ട് ഒന്നിച്ച് നിൽക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും അവരെ കൂടെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവരെ വിജയിപ്പിക്കാനുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു അവസരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അവരെ ചേർത്ത് നിർത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു അവസരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തക്ക രീതിയിൽ ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുള്ള ഒരു അവസരം നിങ്ങൾക്കായി തുറന്നു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം നേടാനും ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെ സെക്യൂർ ആക്കാനൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.